ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് മോളും സച്ചിനും കൂടി ശബരിമലക്ക് പോകുന്ന ദിവസമാണ്. രാവിലെ തന്നെ അവരെ വന്ന് സ്വാമിമാർ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതന്നെ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കായിരുന്നു. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം അവർക്ക് ഇറങ്ങാൻ. അങ്ങനെ അവർ സ്വാമിമാരൊന്നിച്ച് പോയി. പിന്നീടാണ് ഞാനും നീവൂട്ടനും അമ്പലത്തിലേക്ക് എത്തിയത്. വീട്ടിന് തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലുള്ള ശാസ്താവിൻ്റെ അവിടെ നിന്നായിരുന്നു കെട്ടുനിറയുണ്ടായത്. അങ്ങനെ ഓരോരുത്തരുതായിട്ടുള്ള കെട്ടുനിറ നടന്നുകൊണ്ടിരുന്നു. നമ്മളവിടെ എത്തിയതിന് ശേഷം കേട്ടോ എല്ലാം തുടങ്ങിയത്. നീവൂട്ടൻ്റെ കയ്യിലുണ്ടായ ബാഗിൽ ശബരിമലയിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്, അതായത് അവർക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, ഡ്രസ്സും വെള്ളവും കാര്യങ്ങളെല്ലാം. അതിൽ ഞാൻ ഛർദിയുടെ ഗുളികയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നോട്ടേക്ക് ഇങ്ങനെ ലോങ് യാത്ര പോകുന്ന സമയത്ത് ഛർദിക്കാറുണ്ട് ഇടക്കിടക്ക്. അപ്പോൾ അങ്ങനെ ഒരു മുൻകരുതലിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരാത്തത് 2 ദിവസം മുന്നേ ഞങ്ങളവിടെ പോയി കാലൊക്കെ പിടിച്ചു അനുഗ്രഹം വാങ്ങിയിട്ട് വന്നെയാണ്. പിന്നെ ഒന്നാമത് ഇത്രയും ദൂരം രാവിലെ തന്നെയല്ലേ ചടങ്ങ്, ആ ഒരു ബുദ്ധിമുട്ടെല്ലാം കൊണ്ട് അങ്ങനെ ആരും വന്നിട്ടില്ല. രേശേട്ടൻ്റെ ഭാഗത്തു നിന്നും ആർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെ രേശേട്ടനും മോളും ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങൾ അവർക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ന്യൂട്ടനോട് ചോദിച്ചു, നീ സ്കൂളിലേക്ക് ഇന്ന് പോകുന്നില്ലേന്ന്. ന്യൂട്ടൻ പറഞ്ഞു, വേണ്ട ഇത്രയെല്ലാം സമയമായിട്ടില്ല. പക്ഷെ അത്രയൊന്നും സമയമായിട്ടുണ്ടായിരുന്നില്ല. 10:30 അവർ യാത്ര തിരിച്ചത്. സ്വാഭാവികമായിട്ട് ഇന്ന് ഇവിടെ മടിയിലെ കൂട്ടത്തിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണ്. പിന്നെ ഞാൻ വിളിച്ച് പോട്ടെ, സാരമില്ല. അങ്ങനെ അവർ ചെറിയ വണ്ടിയിലാണ് പോയത്. അത്രയും ആളുണ്ടായിട്ടു, 7 പേരെ ഉള്ളതുകൊണ്ട് കാറിലായിരുന്നു പോയത്. കണ്ടാൽ നീട്ടന് എന്തൊരു ഉത്സാഹം അറിയാം. അനിയത്തിയോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ഈ ഒരു സംഭവത്തോടു കൂടി. അങ്ങനെ അവരെ യാത്ര അയക്കാൻ വേണ്ടി നമ്മൾ താഴോട്ട് വന്നു. സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് വന്നു. അച്ഛനും മോളും വണ്ടിയിൽ കയറി. ഞാൻ വിളിച്ച് സങ്കടമൊക്കെ കാണുന്നു, അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. ആൾ ഭയങ്കര ഉഷാറിൽ തന്നെ ഇരുന്നു. പിന്നെ സങ്കടം തിരിച്ച് നമുക്കാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ അച്ഛൻ പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നോക്കാറൊന്നുമില്ലല്ലോ. അപ്പം നല്ല ശുഭമായിട്ട് തീരട്ടെ. അപ്പോൾ ടാറ്റാ ബൈ.